ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എവേ പോരാട്ടം ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. സ്ക്വാഡിൽ കരുത്തരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ്സിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ വേണ്ടി പോകുന്നത്. ഈസ്റ്റ് ബംഗാൾ ലീഗിൽ 11ാം സ്ഥാനത്താണ്, നമ്മൾ 8ാം സ്ഥാനത്താണ്. ലീഗിലെ നമ്മളെക്കാൾ പിന്നിലുള്ളവരെ നേരിടുന്ന എവേ മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരമാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ കൊൽക്കത്തയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചോളം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച പോലെ സ്ക്വാഡിൽ അതിഗേമന്മാരാണ് ഈസ്റ്റ് ബംഗാൾ. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 2025 അതിഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്. അവസാന മത്സരത്തിൽ കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവസാന 60 മിനിറ്റും 10 പേരായി കളിച്ച് ഒരു നല്ല ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ച് സമനില നേടിയെടുത്ത ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈസ്റ്റ് ബംഗാൾ ഗോവയോടും മോഹൻ ബഗാനോടും എല്ലാം തോൽവി വഴങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവരുടെ തട്ടകത്തിലേക്ക് കളിക്കാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ ഈ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ദിമിട്രിയോസ് ഡയമൻഡക്കോസ് ഉണ്ട്, അപ്പുറത്ത് ജിക്സൺ സിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ പ്രക്ഷുവിൻ ഗില്ലുണ്ട്. അങ്ങനെ ഒട്ടേറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരങ്ങൾ കളിക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ 2ാമത്തെ മത്സരവും ആദ്യത്തെ വിജയവും നേടിയെടുത്ത ടീമാണ് ഈസ്റ്റ് ബംഗാൾ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ചേ പറ്റൂ. മുന്നോട്ടിന് സാധ്യതകൾ തുറന്നു കിടക്കണമെങ്കിൽ ഈ മത്സരം വിജയിക്കുക തന്നെ പ്രധാനം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം സ്ക്വാഡിൽ വരുന്ന മാറ്റങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങിയ ഐബന് പകരം ഇറങ്ങാൻ വേണ്ടി പോകുന്നത് സസ്പെൻഷന് ശേഷം തിരിച്ചു വരുന്ന നവോച്ച സിംഗ് ആയിരിക്കും. നോവ ലൂണ പെപ്ര ആയിരിക്കുമോ, നോവ ലൂണ ജിസൂസ് ആയിരിക്കുമോ ആദ്യ 11 ഇറങ്ങുക എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോവ ലൂണ ജീസസ് ഇറങ്ങുകയാണെങ്കിൽ ജിസൂസ് ജിമിനസിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും, അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും. 2ാം പകുതിയിൽ പെപ്ര വരികയാണെങ്കിൽ കുറച്ചും കൂടി ടീമിന് ഒരു ഇമ്പാക്റ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് തന്നെ പരീക്ഷിക്കാനാണ് സാധ്യതകളും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ സൈനിങ് അദ്ദേഹം ദുസാനെ ഇറക്കാനുള്ള സാധ്യതകളും ഉണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ട്രൈക്കറിനെ നമ്മൾ മാറ്റേണ്ടി വരും. അത് ടീമിന് എത്രമാത്രം അഫോർഡബിൾ ആണെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കട്ടെ. ഈ മത്സരവും നമ്മൾ തകർത്ത് തന്നെ കളിക്കട്ടെ. ഈ വർഷത്തെ ആ ഒരു ഫ്ലോ നിലനിർത്താൻ സാധിക്കട്ടെ. പ്ലേ ഓഫ് നമ്മൾ ഇന്നും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നമ്മളുടെ സ്വന്തം പുരുഷേട്ടനും തോമാച്ചനും ആ കിരീടം കൊണ്ട് വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ബൈ.